ഇനി ആരോഗ്യ വിദഗ്ധൻ പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ രാജീവ് ജയദേവൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ ജനങ്ങളോട് നിർദ്ദേശിക്കുന്നത് ആശങ്ക വേണ്ട, ജാഗ്രതയോടെ ഇരുന്നാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ ജാഗ്രതയോടെ ഇരിക്കാൻ ജനങ്ങൾക്ക് അങ്ങ് നൽകുന്ന പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ടുള്ള വാർത്തകൾ കേട്ടിരുന്നു, അത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. നിരവധി പേർക്ക് പനി ബാധിക്കുന്നുണ്ട്. DHS പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പനികളാണ് ബാധിക്കുന്നത്. ഇപ്പോൾ പനി ബാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ഏതു തരം പനിയാണെന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുജനങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സാധാരണ ഒരു ദിവസത്തെ പനിക്കൊന്നും ഓടിച്ചെന്ന് ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും കൂടി ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വിദഗ്ധ ചികിത്സ വേണ്ട രോഗികൾക്ക് പരിഗണന ലഭിക്കാതെ പോവുകയും തിരക്ക് കൂടുകയും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതൊന്ന്. അപ്പോൾ മാറാതെ നിൽക്കുന്ന പനി, അല്ലെങ്കിൽ പ്രത്യേകതരം ലക്ഷണങ്ങളോട് കൂടിയുള്ള പനി, ഉദാഹരണത്തിന് കടുത്ത രീതിയിലുള്ള ശരീരവേദന, വല്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഉള്ള ഛർദിയും അതുപോലെയുള്ള ക്ഷീണവും, അങ്ങനെയുള്ള സംഗതികൾ, അതുപോലെ തന്നെ കടുത്ത തലവേദനയും കണ്ണിന് പിന്നിലുള്ള പെയിനും, ഇത് ഇങ്ങനെ മാറാതെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് രോഗികൾ കൂടുതലും വൈദ്യസഹായം തേടേണ്ടത്. അല്ലാതെ ഒരു ദിവസത്തെ പനി കൊണ്ട് പനി കാരണം യാതൊരു ആശുപത്രിയിൽ ഓടിച്ചെന്ന് കാണേണ്ട ആവശ്യം ഇവിടെ കാണുന്നില്ല. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുബന്ധ രോഗമുള്ളവർ അവരവരുടെ ഡോക്ടർമാരുമായി ഈ കാര്യം ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം അനുബന്ധ രോഗം എന്ന് പറയുന്നത് ഒരു വലിയൊരു ബാസ്ക്കറ്റാണ്. അതെല്ലാം ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. കാരണം മിക്കവർക്കും തന്നെ BP-യും ഷുഗറും ഒക്കെ തന്നെയുണ്ട്. ഒരു 40 years കഴിഞ്ഞ് നല്ലൊരു ശതമാനം പേർക്ക് അതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഗുരുതരമായിട്ടുള്ള കാര്യമായിട്ടുള്ള അനുബന്ധ രോഗങ്ങൾ ഉള്ളവർക്ക് പനി വരികയാണെങ്കിൽ അവരുടെ ഡോക്ടർമാരെ അറിയിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയുമാണ് വേണ്ടത്. സ്വയം ചികിത്സ എന്നുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. അതിന് രണ്ട് വശങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ദിവസത്തെ പനിക്ക് സ്വയം ചികിത്സ എടുക്കുന്നതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. എങ്കിലും അത് പാരസെറ്റമോളിനപ്പുറത്തേക്ക് നീങ്ങരുത് എന്നുള്ളതും ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്. കാരണം പാരസെറ്റമോൾ അല്ലെങ്കിൽ ഇങ്ങനെ പനിക്കുള്ള സാധാരണ ഗുളിക അതിന്റെ നിശ്ചിത ഡോസിൽ എടുക്കുകയാണെങ്കിൽ ദോഷമുണ്ടാവുകയില്ല. എന്നാൽ അതോടൊപ്പം മദ്യം കഴിക്കരുത് എന്നുള്ളത് പ്രത്യേകം ഞാൻ ഇവിടെ എടുത്തു പറയുകയാണ്. പാരസെറ്റമോളും മദ്യവും ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് കരൾ കേടാകാനുള്ള സാധ്യതയുണ്ട്, അത് പ്രത്യേകിച്ചും ഡോസ് കൂടുകയാണെങ്കിൽ. അതുകൊണ്ട് പാരസെറ്റമോൾ കഴിക്കുന്നവർ യാതൊരു കാരണവശാലും മദ്യം അതേ സമയത്ത് അല്ലെങ്കിൽ അതേ ദിവസം കഴിക്കരുത്. രണ്ടാമത്തേത്, ഈ പാരസെറ്റമോളിന്റെ ഡോസ് കൂടുതൽ ആകരുത് എന്നുള്ളത്. മൂന്നാമത്തേത്, ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗങ്ങളാണ്. ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഈ ഡബിൾ എച്ച് സോഡ് എന്ന് പറയും, രണ്ട് തലയുള്ള വാളെന്ന് പറയും. അതായത് ലെപ്റ്റോസ്പൈറോസിസ്, നേരത്തെ DHS പറഞ്ഞിരുന്നു, ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി എന്നുള്ളത് ഒരു ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. അതിന് ആന്റിബയോട്ടിക് ചികിത്സയാണ് വേണ്ടത്. അതുകൊണ്ട് എലിപ്പനി സംശയിക്കുന്ന സാഹചര്യങ്ങളിൽ ആന്റിബയോട്ടിക് നിർബന്ധമായും വൈദ്യസഹായം തേടിയതിനു ശേഷം കഴിക്കേണ്ടതാണ്. എന്നാൽ ഡെങ്കിപ്പനിക്ക് ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല. സാധാരണ വൈറൽ പനിക്കും അതിന്റെ ആവശ്യമില്ല. ഇവിടെയാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതായത് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന എലിപ്പനിക്ക് തുടക്കത്തിൽ തന്നെ ആന്റിബയോട്ടിക് എടുക്കുന്നത് നല്ലതാണെന്നും മറ്റേ ഡെങ്കിപ്പനി ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം, പ്രത്യേകിച്ചും ഓവർ ദ കൗണ്ടർ കടയിൽ നിന്നും നേരിട്ട് വാങ്ങി കഴിക്കുന്ന രീതി കേരളത്തിലും ഇന്ത്യയിൽ മറ്റു ഭാഗങ്ങളിലും ഉണ്ട്. അത് ഒഴിവാക്കേണ്ടതാണ്. ആന്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി വേണം കഴിക്കാനായിട്ട്. അല്ലാതെ മുൻപ് ഡോക്ടർ കുടിച്ചിരുന്ന ആന്റിബയോട്ടിക് ഇതാണ്, ഇതിന്റെ ഒരു കോഴ്സും കൂടെ തരുമോ എന്നുള്ള രീതിയിലുള്ള പ്രയോഗങ്ങൾ വേണ്ട എന്നുള്ളതാണ്. ഇനി എലിപ്പനി പ്രത്യേകം സംശയിക്കേണ്ട സാഹചര്യങ്ങൾ, പൊന്നാനിയിൽ നിന്നുള്ള ദുഃഖവാർത്ത നമ്മൾ കേട്ടിരുന്നു. കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന അച്ഛനും മകനുമാണ് അവിടെ മരണപ്പെട്ടത് എലിപ്പനി മൂലം. അപ്പോൾ കൃഷിപ്പണി, അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടിൽ ജോലി ചെയ്യുന്നവർ, മൃഗങ്ങളുടെ മൂത്രവുമായി സമ്പർക്കം വരാനുള്ള സാധ്യത, പ്രത്യേകിച്ചും വെള്ളക്കെട്ടുള്ള സമയത്ത് എലി, കന്നുകാലികൾ, വളർത്തുമൃഗങ്ങൾ ഇവയുടെ മൂത്രത്തിലാണ് ഈ എലിപ്പനിയുടെ ബാക്ടീരിയ കണ്ടുവരാറുള്ളത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ബൂട്ട്സ് ധരിക്കുകയും കൈകാലുകൾ വൃത്തിയായി കഴുകുകയും, മൃഗങ്ങളുമായി സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാൽ കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും അത്യാവശ്യം തന്നെയാണ്. ഇനി അങ്ങനെയുള്ളവർക്കാണ് പനി വരുന്നതെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും എലിപ്പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ഡോക്ടറുമായി ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ഇത്രയും പേർ ഇവിടെ ഓരോ വർഷവും രോഗത്തിന് ഇരയാകുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള സംഗതിയാണ്. നമ്മളിപ്പോ 2023-ലാണ്. ഇത് 1950-ഓ 60-ഓ ഒന്നുമല്ല. ഇപ്പോൾ ഉള്ള സാങ്കേതിക വിദ്യയും നമ്മുടെ ഡോക്ടർമാരുടെ കഴിവും ആശുപത്രിയുടെ നിലവാരവും
നമ്മുടെ ഹെൽത്ത് നെറ്റ്വർക്കും അനുസരിച്ച് 0 കേസസ് നമ്മളെ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ. 0 കേസ്, അതായത് ഒരു കേസ് പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു വാശിയോട് കൂടി വേണം മുമ്പോട്ട് നീങ്ങാനായിട്ട്. അല്ലാതെ എല്ലാ വർഷവും ഇങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നുള്ള ഒരു നിലപാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. പകർച്ചവ്യാധികൾ പകരുന്നതിന് പ്രത്യേകം രീതിയിലുള്ള രീതികളുണ്ട്. ആ രീതികൾ തടുക്കാനുള്ള ശാസ്ത്രീയമായ മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. അവ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് 0 കേസ് വരെ എത്തിക്കാനാകും എന്നുള്ളതാണ്. നമ്മൾ ആ രീതിയിൽ വേണം, ആ ഗോൾ വേണം, വളരെ ഉയർന്ന ഗോളിലോട് കൂടി വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. പ്രത്യേകിച്ചും കൊതുക് നിവാരണം, മൊസ്കിറ്റോ കൺട്രോൾ ഇതിലും വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. കൊതുകുകൾ ഇവിടെ ഉള്ളവരല്ലേ എന്നുള്ള രീതിയിലല്ല, കൊതുകുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ശുചീകരണവും അതുപോലെ തന്നെ ഓടകളുടെ ഒഴുക്കും, അടഞ്ഞു കിടക്കുന്ന ഓടകൾ യാതൊരു വിധത്തിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് എല്ലായിടത്തും തന്നെ ഓടകൾ ഒഴുകുന്നില്ല. ദേ ആർ ജസ്റ്റ് വാട്ടർ റിസർവോയർസ്. വെള്ളം കെട്ടിക്കിടക്കുന്ന ചില റിസർവോയർസ് ആണ് നമ്മുടെ ഓടകൾ. അങ്ങനെയല്ല, ഓട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴുകാനുള്ള സ്ഥലമാണ്. അഥവാ അത് ഒഴുകുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടാകണം, അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. അല്ലാതെ സാരമില്ല, നമുക്ക് അടുത്ത ജൂൺ ആകുമ്പോൾ വൃത്തിയാക്കാം അല്ലെങ്കിൽ ഏപ്രിൽ ആകുമ്പോൾ വൃത്തിയാക്കാം എന്നുള്ള നിലപാട് മാറേണ്ടി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ. അക്കാര്യത്തിൽ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നു. മനോരമ ന്യൂസ് തന്നെ പലപ്പോഴും അക്കാര്യം ചൂണ്ടിക്കാണിച്ചതുമാണ്. ഡോക്ടർ പറഞ്ഞതിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഒരു സംശയം തോന്നുന്നത്, അതായത് നേരത്തെ DHS സംസാരിച്ചപ്പോഴും സ്വയം ചികിത്സ ഒരു കാരണവശാലും പാടില്ല എന്ന് പറയുന്നു. അതേസമയം പനി ബാധിച്ചവർ ആദ്യം തന്നെ ആശുപത്രിയിലേക്ക് വരേണ്ടതില്ല എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്വയം ചികിത്സ സംബന്ധിച്ച് ഒരു കൃത്യമായ മാർഗരേഖ പുറത്തിറക്കേണ്ടത് അത്യാവശ്യമല്ലേ? തീർച്ചയായും സ്വയം ചികിത്സ എന്നുള്ളത് നല്ല ആരോഗ്യമുള്ളവരുടെ കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. നല്ല ആരോഗ്യമുള്ളവർ ഒരു ദിവസത്തെ ഒരു സാധാരണ പനി കൊണ്ട് ഓടിച്ചെന്ന് ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അല്ല, അതിനൊരു കൃത്യമായൊരു മാർഗരേഖ തന്നെ ഈ സ്വയം ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു മാർഗരേഖ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തന്നെ പുറത്തിറക്കേണ്ടത് കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായും അതിനോട് ഞാൻ യോജിക്കുകയാണ്. തീർച്ചയായും ജനങ്ങൾക്ക്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് ഇത് ഏത് രോഗമാണെന്ന് അറിയില്ല. ഒരു പനി വരുന്ന ആൾക്ക് എനിക്ക് ഡെങ്കിയാണോ, എനിക്ക് സാധാരണ വൈറൽ പനിയാണോ, എലിപ്പനിയാണോ എന്ന് അറിയാൻ സാധിക്കുകയില്ല. ഈവൻ ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും ആ വ്യക്തിക്ക് തന്നെ അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ മാർഗരേഖകൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വളരെ നന്ദി ഡോക്ടർ രാജീവ് ജയദേവൻ. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് ചൂണ്ടിക്കാണിച്ചത്. പൊതുജന ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ രാജീവ് ജയദേവൻ, വളരെ നന്ദി. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട്. അക്കാര്യം നമ്മൾ കൃത്യമായി മനസ്സിൽ വയ്ക്കുകയും വേണം, പ്രത്യേകിച്ച് ഈ പനിക്കാലത്ത്. പെരിച്ചാഴിയുടെ താവളമായി തിരുവല്ല കുറ്റപ്പുഴത്തോട്. തിരുവല്ലയിലെ ആദ്യ ഡെങ്കിപ്പനി കൂടി പരിസരത്ത് സ്ഥിരീകരിച്ചതോടെ പനിഭീതിയിലാണ് നാട്ടുകാർ. തിരുവല്ലയിൽ നിന്ന് വിജയലക്ഷ്മിയുടെ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പർ കുട്ടനാടിൻ്റെ തുടക്ക ഭാഗമായിട്ടുള്ള കുറ്റപ്പുഴ തോടിന് സമീപമാണ്. എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു ഭാഗത്താണ് തിരുവല്ലയിൽ ആദ്യമായിട്ട് ഡെങ്കിപ്പനി ബാധിച്ച സ്ഥലം. ഈ കുറ്റപ്പുഴ തോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇതിന് അടുത്തായിട്ട് ഒരു അപ്രോച്ച് റോഡ് വരികയും ഇതിന് ശേഷം ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമാണ്. മുൻപ് ആർട്ടിഫിഷ്യലായി കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു തോടായിരുന്നു ഇത്. ഇവിടെ എലിശല്യം രൂക്ഷമാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മെമ്പറിനോട് തന്നെ ചോദിക്കാം. എലി പടർന്ന ഒരു സാഹചര്യമുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസം ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തു. 4 വർഷം മുമ്പ് എലിപ്പനി വന്ന് ഡെത്താണ്ടായ വാർഡാണ് തിരുവല്ല നഗരസഭയിൽ 38-ാം വാർഡ്. ഇപ്പോൾ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3-ാം വാർഡിലാണ്. 3 പേർക്ക് ഡെങ്കി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ ഇതിൽ നിന്ന് കൊതുകല്ല പ്രശ്നം, ഇവിടെ എലികളാണ് പ്രശ്നം. എലിപ്പനി കഴിഞ്ഞ ആ ഡെത്തിന് ശേഷം ഞങ്ങൾ പുതിയ കൗൺസിലേഴ്സ് വന്നതിന് ശേഷം ഡോഗ് സൈക്കിൾ കൊടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ സാറ്റർഡേയിൽ ഫസ്റ്റ് ഡോസ് ഡോക്സി സൈക്ലിൻ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഡോസ് കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മാലിന്യം കെട്ടിക്കിടക്കുന്നത് വളരെയധികം അപകടം ഭാവിയിൽ വിളിച്ചു വരുത്താവുന്ന സംവിധാനമാണ് ഇത് കിടക്കുന്നത്. അതും ഇത് കോരിയിട്ട് കുറേ നാളായി. ഇത് വെള്ളം കെട്ടിക്കിടക്കുന്നതിന് പ്രധാന കാരണം ഈ തൊട്ട് താഴത്തെ ഒരു പാലത്തിന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു അപ്രോച്ചോട് പണിതപ്പോൾ ആ വലിയ പാലത്തിന് തൊട്ടിപ്പുറത്തായിട്ട് വെറുതെ ഒരു പൈപ്പിട്ട് പോകണം. അപ്പോൾ അതിനകത്ത് നിന്ന് ഈ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകാനായിട്ടുള്ള സൗകര്യം കുറവ്. നല്ലതായിട്ട് വെള്ളം കിളന്ന് വന്നാൽ മാത്രമേ ഇത് വെള്ളം ഒലിച്ചു പോകുന്നുള്ളൂ. എത്രത്തോളം രൂക്ഷമാണ് ഇവിടുത്തെ എലിശല്യം? എലിശല്യം വളരെ രാത്രിയായ ഈ നമ്മുടെ അടുത്തടുത്ത് പ്രദേശങ്ങൾ ജനങ്ങൾ തിങ്ങിക്കാറുന്ന പ്രദേശമാണ് അപ്പുറവും ഇപ്പുറവും. അത് 38-ാം വാർഡ്, ഇതും 3-ാം വാർഡ്, തിരുവല്ല നഗരസഭ 3-ാം വാർഡ് അപ്പുറം. അപ്പം ജനങ്ങൾ വളരെയധികം തിങ്ങിപ്പറഞ്ഞ സ്ഥലമായതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഈ എലി ഭക്ഷണത്തിനായിട്ട് തിരിച്ച് ഈ കോളനിയിലേക്ക് വരിക. അപ്പോൾ അത് വളരെയധികം ഈ ചെറിയ വെള്ളം കെട്ട് പോലും ഞങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ ഒരു സാഹചര്യം മാറാതെ ഈ ഒരു നാട്ടുകാർക്ക് ഈ പനിയിൽ നിന്ന് ഒരു മുക്തി ഉണ്ടാവുകയില്ല. ഡെങ്കിപ്പനിയാണെങ്കിലും എലിപ്പനിയാണെങ്കിലും ഇത് തന്നെയാണ് ഓരോ നാട്ടുകാരും ആവശ്യപ്പെടുന്നതും. വിജയലക്ഷ്മി, മനോരമ ന്യൂസ്, തിരുവല്ല.
ഏകവ്യക്തി നിയമത്തിലും തലസ്ഥാന വിവാദത്തിലും ചർച്ചകളും വാദപ്രതിവാദങ്ങളും തുടരുകയാണ്. ഈ വിഷയങ്ങളിൽ നിലപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മനോരമ ന്യൂസ്